ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സിൻ്റെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A എന്നത് പ്ലസ്, B എന്നത് ഇൻറ്റു, C എന്നത് മൈനസ്, D എന്നത് ഹരണം. എന്നാൽ 36D 3B 2A 5 C 3 B 2 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബോർഡ് മാസുമായിട്ട് റിലേറ്റ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് സിമ്പിൾസിന് പകരം, അതായത് ഗണിത ചിഹ്നങ്ങൾക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. അതിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 36D. D എന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹരണം. അപ്പോൾ 36 ഹരിക്കണം. ഇവിടെ പുറത്ത് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് 3B. B എന്നത് എന്താണ്? ഗുണനമാണ് അല്ലേ? അതിനുശേഷം നോർമൽ ബ്രാക്കറ്റ് 2. A എന്നത് പ്ലസ്, അപ്പോൾ 2 പ്ലസ് 5. C എന്നത് മൈനസ്, അപ്പോൾ മൈനസ് ഇട്ടു. ദെൻ 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓരോ ബ്രാക്കറ്റുകളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം B എന്നത് ഇൻറ്റു ആണ് 2. ഇത് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ബോർഡ് മാസ് റൂള് ഉപയോഗിക്കണം. എന്താണ് ഈ ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ? ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഗുണനം തന്നെയാണ്. D ഹരണം അഥവാ ഡിവിഷൻ, M ഗുണനം, A പ്ലസ്, S മൈനസ്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. 36 ഹരിക്കണം, ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതിനകത്ത് വീണ്ടും വേറൊരു ബ്രാക്കറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 5 എത്രയാണ്? 7 ആണ്. 7 മൈനസ് 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റു 2. 36 ഹരിക്കണം 7 ഇൻറ്റു 3, 7 3 21 ആണ്. മൈനസ് 3 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റു 2. 36 ഹരിക്കണം 21-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ നമുക്ക് കിട്ടുക? 18. അപ്പോഴും അവിടെ എന്തുണ്ട്? കേളി ബ്രാക്കറ്റ് ഉണ്ട്, പുറത്ത് ഇൻറ്റു 2. 36-നെ 18 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 2 ആണ്. 2 ഇൻറ്റു 2 4. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. PYQ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. റീസണിങ്ങും നമുക്ക് വരുന്നുണ്ട്, ഒപ്പം മാത്സിൻ്റെ സൈഡ് അരിത്തമെറ്റിക് സൈഡും വരുന്നുണ്ട്. രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 10 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 4 മടങ്ങായി. സംഖ്യ എന്താണ്? ഈ ചോദ്യം തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നതൊരു ഇക്വേഷൻ പോലെ എഴുതിയിട്ട് തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ഇക്വേഷനായി ഫോം ചെയ്ത് എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ട്, അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങ്, അപ്പോൾ 6ന്റെ 2 മടങ്ങ് 12, 12ന്റെ കൂടെ 10 കൂട്ടി, അപ്പോൾ 22. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സംഖ്യയുടെ 4 മടങ്ങാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് 2 മെത്തേഡും നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോർമൽ മെത്തേഡ്. ഒരു സംഖ്യ നമുക്ക് അറിയില്ല, സോ നമ്മൾ അത് എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2, അപ്പോൾ 2x. അതിനോട് 10 കൂട്ടി, അപ്പോൾ 2x പ്ലസ് 10. അപ്പോൾ എന്താ കിട്ടിയത്? സംഖ്യയുടെ 4 മടങ്ങായി. സംഖ്യ എന്ന് പറയുന്നത് x ആണ്, xന്റെ 4 മടങ്ങ് 4x.
നമുക്ക് വേണ്ടത് എന്താ? എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2x നമ്മൾ വലതു ഭാഗത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ കൂട്ടണം എന്നായിരുന്നു, അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് കുറയ്ക്കണം എന്നാവും. 4x മൈനസ് 2x സമം 10. 2x സമം 10. 2x സമം 10. x സമം 10/2 അഥവാ 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇത് ആദ്യത്തെ മെത്തേഡ്. ഇനി ഇത് മനസ്സിലാവുന്നില്ല, പലർക്കും എക്സ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് നോക്കുക. 6ന്റെ 2 മടങ്ങ് പ്ലസ് 10. അപ്പൊ എത്ര കിട്ടി? 12 + 10 22. ആ 22 എന്ന് പറയുന്ന സംഖ്യയുടെ 4 മടങ്ങാണോ എന്ന് നോക്കുക. സംഖ്യ 6 ആണ്. 6 × 4 24. 22ഉം 24ഉം തുല്യാണോ? അല്ല. അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി ഇട്ട് നോക്കുക. 5 × 2 സംഖ്യയുടെ 2 മടങ്ങ് പ്ലസ് 10. അപ്പൊ I2 10, 10 + 10 20. അത് സംഖ്യയുടെ 4 മടങ്ങിനോട് തുല്യമാണോ എന്ന് നോക്കുക. 5 × സംഖ്യയുടെ 4 മടങ്ങ് പറയുമ്പോൾ × 4 ആണ്. അപ്പോൾ 20. രണ്ട് സൈഡും രണ്ടും ഒരേ ഉത്തരം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് സിയും ഡിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോൾ 10 × 2 പ്ലസ് 10 സമം 10 × 2 20 ആണ്. 20 + 10 30. അപ്പൊ ആ 30 എന്ന് പറയുന്നത് 4 × 10 ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, കിട്ടില്ല. അപ്പൊ അത് ഉത്തരമാവില്ല. ഇനി 4 ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ, അതും കൂടെ ഒന്നും ചെയ്ത് നോക്കാം. 4 × 2 പ്ലസ് 10. 4 × 2 8 ആണ്. 8 + 10 18 ആണ്. ആ 18 എന്ന് പറയുന്നത് സംഖ്യയുടെ കൂടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 4 × 4 16 ആണ് വരുന്നത്. അപ്പൊ ഉത്തരം കിട്ടുന്നില്ല. സോ ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഫോളോ ചെയ്യുക. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വൽ മെത്തേഡാണ്. സെക്കൻഡ് വൺ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസറിലോട്ട് പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബാബു, റാം, റജു എന്നിവർ യഥാക്രമം 2000 രൂപ, 2500 രൂപ, 3000 രൂപ എന്നീ ക്രമത്തിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു. ആ വർഷാവസാനം 300 രൂപ ലാഭം കിട്ടി. എന്നാൽ ലാഭത്തിൽ രജുവിന്റെ വിഹിതം എത്ര? 3 പേര് ചേർന്നിട്ട് ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി. അപ്പൊ അവരുടെ മുടക്ക് മുതലുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 2000, 2500, 3000. എന്നിട്ട് ആ വർഷം അവസാനം ആയപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ലാഭം കിട്ടി. 300 രൂപ ലാഭം കിട്ടി. ആ ലാഭം വീതിക്കുമ്പോൾ രജുവിന് കിട്ടുന്ന രൂപ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കച്ചവട സ്ഥാപനത്തിൽ അവര് മുടക്കിയിട്ടുള്ള മുതലിന്റെ അംശബന്ധം എന്താണോ അതേ അംശബന്ധത്തിലായിരിക്കും അവർ കിട്ടിയ ലാഭവും വീതിക്കുക. കാരണം കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാണ് കൂടുതൽ തുക എന്തായിട്ട് കൊടുക്കുക? ലാഭമായിട്ട് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മുടക്കു മുതലിന്റെ അംശബന്ധം കണ്ടുപിടിക്കണം. അപ്പൊ മുടക്കു മുതലിന്റെ അംശബന്ധം, മുതലിന്റെ അംശബന്ധം എന്താണ്? അംശബന്ധം 2000 ഈസ്റ്റു 2500 ഈസ്റ്റു 3000. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനെയൊക്കെ 100 കൊണ്ട് അങ്ങോട്ട് ഹരിക്കാം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2000 100 കൊണ്ട് ഹരിക്കുമ്പോൾ 20 വരും അല്ലേ? ഈസ്റ്റു 25 ഈസ്റ്റു 30. ഇനി 20നും 25നും 30നും പൊതുവായിട്ടൊരു ഘടകമുണ്ട്, അത് 5 ആണ്. അപ്പൊ 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടും. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 30നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. അപ്പൊ ഈ 4 ആരുടെ മുടക്ക് മുതലിനെ സൂചിപ്പിക്കുന്നു? ബാബുവിൻ്റെത്. 5 റാമിൻ്റെത്. രജുവിൻ്റെത് 6 ആണ്. അപ്പൊ നമുക്ക് രജുവിന് കിട്ടിയത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആകെ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പൊ 300 ഇൻറ്റു രജുവിന് കിട്ടിയ വിഹിതത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ രജുവിന്റെ മുടക്ക് മുതലിന്റെ അംശബന്ധത്തെ സൂചിപ്പിക്കുന്നത് ഏതാ? 6 എന്ന് പറയുന്ന സംഖ്യയാണ്. അപ്പൊ 6 ബൈ, ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 6ഉം 4ഉം 10, 10ഉം 5ഉം 15. അപ്പോൾ 15ഉം 300ഉം നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? 15 ഓരോ 15 15, 2 15 30, 20 എന്ന് വരും. 20 ഇൻറ്റു 6 120 രൂപയാണ് ആർക്ക് കിട്ടിയത്? രജുവിന് ലാഭവിഹിതമായിട്ട് കിട്ടിയത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ.
അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അംശബന്ധം ആദ്യം നമ്മൾ മുടക്കുമുതലിന്റെ അംശബന്ധം കണ്ടെത്തി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ അംശബന്ധം വെച്ചിട്ട് കിട്ടിയ തുകയെ 3 ഭാഗിച്ചു. എന്നിട്ട് അതിലെ രജുവിന് കിട്ടിയ വിഹിതം എത്രയെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? ₹120 അല്ലേ, 120 രൂപ. മനസ്സിലായി എന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജൂനിയർ ക്ലർക്കിൻ്റെയും കാഷ്യറിൻ്റെയും എക്സാം വരുന്നത് August 3 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. ഇതിപ്പോൾ ജൂൺ മാസമായി, ജൂലൈ, ഓഗസ്റ്റിൽ നമുക്ക് എക്സാം വരികയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെഷൻസ് വരുന്നുണ്ട്. ലൈവ് സെഷൻസിൽ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഒരു 60 ദിവസം, അറൗണ്ട് ഒരു 60 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നുമില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. അപ്പം വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു നിമിഷം പോലും പാഴാക്കാതെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടാനും സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 15 എന്ന് പറയുന്നത് 135 കണക്റ്റഡ് ആണ്. 27 ഏതുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ചോദിച്ചത്. ഇതൊരു അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റീസണിങ് പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 15ഉം 135ഉം തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് 27ഉം അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ 15ഉം 135ഉം തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതേ റിലേഷൻ തന്നെയാണ് 27ഉം ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഭാഗത്ത് വരുന്ന നമ്പറും തമ്മിലുള്ള റിലേഷനും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അനലോഗി ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഇത് റീസണിങ് ഭാഗത്ത് നിന്നാണ്. ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക, ചില സമയത്ത് അത് എന്തെങ്കിലും എന്താ പറയുക വേർഡ്സ് ആയിട്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരാം. അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള പെയറിൽ നിന്ന് എന്താണ് ഈ നമ്പറുകൾ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഡാറ്റകൾ തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കൂ, ഈ 15ഉം 135ഉം തമ്മിലുള്ള ബന്ധം എന്താ? 15നെ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 135 കിട്ടും. ഗുണിച്ചു നോക്കൂ. 9 5 45, 4 വരും, 9 9, 9 4 13, 135 എന്ന് വരും. ഇനി അടുത്തത് അതേ കണക്ഷൻ തന്നെയാണ് ഏത്? 27ഉം അതിൻ്റെ അപ്പുറത്ത് വരാൻ പോകുന്ന സംഖ്യയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ 27നെ എന്ത് ചെയ്യുക? 9 കൊണ്ട് ഗുണിക്കുക. 9 7 63, 6 ബാലൻസ് വരും. 9 2 18, 18ഉം 6ഉം 24. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടിയത്? 243 എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ്. നമുക്ക് ചില സമയത്ത് നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ റീസണിങ് ഭാഗത്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് റീസണിങ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ മാത്സിൻ്റെ സൈഡ് പോലെയല്ല, റീസണിങ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ബൈ ഹാർട്ട് പഠിക്കാനോ ഇക്വേഷനായി പഠിക്കാനോ ഒന്നും തന്നെ ഇല്ല. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാജു 25 മീറ്റർ തെക്കോട്ട് നടക്കുകയും തുടർന്ന് അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 25 മീറ്ററും നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്ററും നടന്നു. ഇപ്പോൾ രാജു നടന്നു തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലെ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഇത് ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദിശാബോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയണം ദിശ എങ്ങനെയാണ്. ഏതൊരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് എടുത്താലും അല്ലെങ്കിൽ ഏത് പേപ്പർ എടുത്താലും അതിൻ്റെ മുകൾ ഭാഗം കാണിക്കുന്നത് നോർത്തിനെയും താഴ്ഭാഗം സൗത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ഇടതുഭാഗം വെസ്റ്റ്, വലതുഭാഗം ഈസ്റ്റ്.
ഇങ്ങനെയാണ് ഡയറക്ഷൻസ് വരുന്നത്. ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു 25 മീറ്റർ തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴേക്ക് 25 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് എന്താ ഉണ്ടായത്? അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ തെക്ക് ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുന്നു എന്ന് പറയുമ്പോൾ കിഴക്കോട്ടാണ് പോകുന്നത്. കിഴക്കോട്ട് എത്ര മീറ്റർ? 20 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അവിടെ നിന്ന് തിരിഞ്ഞ് ഇടത്തോട്ട്, അപ്പൊ വീണ്ടും ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ വടക്കു ദിശയിലേക്ക് എത്ര മീറ്റർ നടന്നു? 25 മീറ്റർ നടന്നു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ എവിടേക്കാണ്? കിഴക്ക് ദിശയിലോട്ട്. എത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ നടന്നു? 15 മീറ്റർ നടന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാനിവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജു നിൽക്കുന്നത് ബി എന്ന പോയിന്റിലുമാണ്. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ദൂരം എത്രയാണ്? ഏത് ദിശയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഭാഗം എത്രയാ വരിക? ഇവിടെ താഴെ 20 ഇവിടെയും 20 തന്നെയാ വരിക. കാരണം ഇവിടെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ചതുരമാണ്. ചതുരത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ, എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ മുകളിലെ 20, താഴെ 20, രണ്ട് സൈഡിലും 25 വീതം. നമുക്ക് എ മുതൽ ബി വരെയുള്ള ദൂരമാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇടയിൽ ഒരു ബിന്ദു ഉണ്ട്, അതിന് നമ്മൾ സി എന്ന് കൊടുത്തു. അപ്പൊ എ മുതൽ സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത്, എ ടു സി എന്ന് പറയുന്ന ദൂരം എത്രയാണ്? 20 മീറ്ററും സി മുതൽ ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 15 മീറ്ററുമാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ഇപ്പൊ നിൽക്കുന്ന ബിന്ദുവിലോട്ട് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 20ഉം 15ഉം തമ്മിൽ കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35 മീറ്റർ എന്ന് കിട്ടി. ഇപ്പൊ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? നമ്മളുടെ വരച്ചതിന് വലതുഭാഗത്തായിട്ടാണ് വരുന്നത്. വലതുഭാഗം എന്ന് പറയുമ്പോൾ അത് കിഴക്ക് ദിശയാണ്, ഈസ്റ്റ് ആണ് അല്ലേ? ഈസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി 35 മീറ്റർ ഈസ്റ്റ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഈ ഡയറക്ഷൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചിത്രം വരയ്ക്കുന്നതാണ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ചിത്രം വരയ്ക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചതുരമോ സമചതുരമോ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു മട്ടത്രികോണം കിട്ടും. ഈ 3 കേസുകളെ അവിടെ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഡയറക്ഷനും ഡിസ്റ്റൻസും ഒരുമിച്ച് ചോദിക്കും. അതായത് എത്ര ദൂരെയാണ്, ഏത് ദിശയിലാണ്. ചിലപ്പോൾ ഡയറക്ഷൻ മാത്രമേ ചോദിക്കുള്ളൂ, ചിലപ്പോൾ ദൂരം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ പക്ഷേ ഈ 3 ഷേപ്പുകളാണ് നമുക്ക് അവിടെ വരച്ചു വരുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് 3 ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചിത്രം വരയ്ക്കുന്നത് ആക്യുറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും കറക്റ്റ് ആയിരിക്കും. ചിത്രം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് CSEB ജൂനിയർ ക്ലർക്ക്, കാഷ്യർ ഈ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി എക്സാമിന് നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലെത്താനും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്